MT വാസുദേവൻ നായർ 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ ജനിച്ചു. ബാല്യം മുതലേ സാംസ്കാരിക ചിന്തകളോടും സാഹിത്യത്തോടും അടുപ്പം പുലർത്തി. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ ഹൈസ്കൂളിലും വിക്ടോറിയ കോളേജിലും കേരള യൂണിവേഴ്സിറ്റിയിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. MTയുടെ സാഹിത്യ പ്രപഞ്ചം മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അന്തർധാരകളെ ഉൾക്കൊള്ളുന്നതാണ്. സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ ആഴത്തിലുള്ള അവതരണം, മനുഷ്യ മനസ്സിൻ്റെ സങ്കീർണതകൾ, കാലത്തിൻ്റെ മാറ്റങ്ങൾ എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രതിഫലിക്കുന്നു. കേരളത്തിൻ്റെ ഗ്രാമീണ ജീവിതം, സാമൂഹിക അസമത്വങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന സാഹിത്യ സൃഷ്ടികളിലൂടെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ചിന്തയാണ് അനാവരണം ചെയ്യുന്നത്. സാഹിത്യത്തിൽ എന്ന പോലെ സിനിമയിലും ശക്തമായ സാന്നിധ്യമായിരുന്നു ശ്രീ MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ 60ഓളം തിരക്കഥകളിൽ സാഹിത്യത്തിൻ്റെ ആഴവും സിനിമയുടെ ദൃശ്യശ്രവ്യ ഭാഷയും ഒത്തുചേരുന്നു. എൻ്റെ തിരക്കഥകൾ ശ്രേഷ്ഠങ്ങളായ രചനകളാണെന്നോ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഉത്തമ മാതൃകകളാണെന്നോ ഞാൻ പറയില്ല. പക്ഷേ നല്ല സിനിമകളിലേക്ക് എത്തിച്ചേരാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങളായിരുന്നു അവ. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ MT ഒരിക്കൽ പറഞ്ഞതാണിത്. 1965 പുറത്തുവന്ന മുറപ്പെണ്ണ് മുതൽ ആരംഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ ചരിത്രം. തിരക്കഥ, സംഭാഷണം, നിർമ്മാണം, സംവിധാനം MT വാസുദേവൻ നായർ. പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം, മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡും മികച്ച നടനുള്ള ദേശീയ അവാർഡും നേടിയ ചിത്രം, മികച്ച തിരക്കഥ, സംവിധാനം തുടങ്ങിയ അവാർഡുകളിലൂടെ സംസ്ഥാന അവാർഡിലും തിളങ്ങിയ ചിത്രം, ലൊക്കാർണോ സാൻ ഫ്രാൻസിസ്കോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം, വർഷങ്ങൾക്കിപ്പുറം ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിർമാല്യം. അഭ്രപാളികളിൽ ഈ ക്ലാസിക് ചിത്രം ചരിത്രത്തിന്റെ ഭാഗമായി. വെളിച്ചപ്പാടെ അടങ്ങണം അമ്മേ, അടങ്ങണം. ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം. ചോദ്യങ്ങൾ എന്നോട് മതി. ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നാണ്. സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ? ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളുമായി ബന്ധം ഉണ്ടാവില്ല എന്നറിയാം. ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി. എൻ്റെ ഗുരുവായൂരപ്പ, എന്തോരം ആളുകളായി ഇവിടെ! വെറുതെ അല്ല വല്യമ്മ 30 വർഷമായിട്ട് മുടങ്ങാതെ വന്ന് ഭജനയിരിക്കുന്നത്. എത്ര കണ്ടിട്ടും മതി വരുന്നില്ലല്ലോ. ഈ ആളുകളൊക്കെ എവിടെ നിന്ന് വന്നവരായിരിക്കും? ഇനി ഇവരെ കാണാൻ പറ്റുമോ എന്തോ.
വല്യമ്മ പറഞ്ഞത് ശരിയാ. ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് തൊഴണം. മേപ്പത്തൂർ ഭട്ടതിരിക്ക് കവിതയുണ്ടായ തിരുനടയല്ലേ. ഇനി എനിക്കും കവിത ചൊല്ലാൻ കഴിഞ്ഞാലോ? കഴിഞ്ഞ ഉത്സവകാലത്തിൽ നിന്നും കുട്ടിശങ്കരൻ ആകെ മാറിയിരിക്കുന്നു. അവൻ ഇനി എന്നെ മനസ്സിലായില്ലായിരിക്കുമോ? ഇത്തവണ എന്തായാലും രാമുവിനെ കാണാൻ പറ്റി. നല്ല കുട്ടി. അവൻ്റെ കവിതകളും എനിക്കേറെ ഇഷ്ടമായി. എൻ്റെ ഗുരുവായൂരപ്പ, 14 ദിവസം കഴിഞ്ഞു പോയത് അറിഞ്ഞതേയില്ല. എനിക്ക് വീണ്ടും കാണാൻ പറ്റുമായിരിക്കുമോ? പിന്നെ അവരോട് ആദ്യം തെറ്റ് പറയണം. പിറക്കാൻ പോണ കുട്ടിയുടെ അച്ഛൻ ഞാനാണെന്ന് എവിടെ വേണമെങ്കിലും ഞാനിനി വിളിച്ചു പറയാം. അതിന് അച്ഛനില്ല. അച്ഛന്റെ പേര് പറയണമെന്ന് എന്തെങ്കിലും നിർബന്ധം വരുമ്പോൾ പറഞ്ഞേക്കു കുഞ്ചുണ്ണി. നളൻ, അല്ലെങ്കിൽ അർജുനൻ, അല്ലെങ്കിൽ ഭീമൻ. ഞാൻ സ്നേഹത്തിന്റെ കാര്യം കുറച്ചു മുമ്പ് പറയണത് കേട്ടു. എനിക്കും സ്നേഹം തോന്നിയിരുന്നു. അത് അരങ്ങത്ത് കണ്ട ഏതോ വീരനായകനോടായിരുന്നു. പിന്നെയാണത് മനസ്സിലായത്. ഈ മാധവനോടായിരുന്നില്ല നിശ്ചയം. കുഞ്ചുണ്ണി, ഇവർക്ക് പോവാം. ഇത് ചന്തയിൽ കൊണ്ടുപോയി 300 ദിനാറിന് വിൽക്കണം. 300. ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് സ്വർണ്ണ നൂലിലാണ്. ആദ്യം 400 പറയാം. വില പെശകാതെ ഒരാളും ഇക്കാലത്ത് വാങ്ങില്ല. 300. കൂടുതൽ തന്നാലും വാങ്ങരുത്. ഗുണനിലവാരം അറിയുന്നവര് പിശകില്ല. അത് മതി. ആ. നിൽക്കൂ. കെയറോവിലേക്കും മറ്റും കമ്പളം അയക്കുന്ന കച്ചവടക്കാരുണ്ട്. അവർ വരും. മറുനാട്ടുകാർക്ക് വിൽക്കരുത്. അധിക വില പറഞ്ഞാലും വിൽക്കരുത്. അതെന്താ? മണ്ടം മൻസൂറെ, എന്തെങ്കിലും കാര്യമില്ലാതെ ദയ വെറും വാക്ക് പറയില്ലെന്നറിയില്ലേ? ഉം. കളവ് പറഞ്ഞ് എന്നെയും നിങ്ങളെയും വഞ്ചിച്ചുവെങ്കിലും ആ പെൺകുട്ടി എനിക്ക് പ്രിയപ്പെട്ടവളായി തീർന്നു. ദയാ, നമ്മളൊക്കെ താണു മുടങ്ങുന്ന പീക്കിരി പെണ്ണിനെ പക്ഷേ കുറ്റം കുറ്റമായി തന്നെ കാണണം. നിനക്കെന്ത് പറയാനുണ്ട്? കൊള്ളക്കാരും അടിമക്കച്ചവടക്കാരും വേട്ടയാടുകയായിരുന്നു. ആത്മരക്ഷയ്ക്കായി അങ്ങനൊരു വേഷം കെട്ടി. നിങ്ങളുടെ മുമ്പിലും അത് തുടരേണ്ടി വന്നു. 1995 സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന ഇന്ത്യയുടെ പുരസ്കാരം ജ്ഞാനപീഠം MTക്ക് ലഭിച്ചു. 2005 പത്മഭൂഷൺ, 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1973 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. MTയുടെ ജീവിതം തന്നെ മികച്ച കലാസൃഷ്ടിയായിരുന്നു.
തൻ്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും നോവലുകളിലേക്കും സിനിമകളിലേക്കും കൊണ്ടുവന്ന് അദ്ദേഹം സാഹിത്യ ലോകത്തെ സമ്പന്നമാക്കി. മലയാള സാഹിത്യത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി. MT എന്ന അതുല്യ പ്രതിഭയുടെ വിയോഗം സാഹിത്യ ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹത്തോടുള്ള ഞങ്ങളുടെ ആദരവാണ്, കടമയാണ് ഈ പ്രോഗ്രാം. പത്തനംതിട്ട ഭവൻസ് വിദ്യാമന്ദിർ MT എന്ന മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു.